പുരുഷന്റെ സ്വാതന്ത്ര്യത്തിന്മേൽ വന്നു വീഴുന്ന ഒരു കുരുക്കല്ലേ ഈ സ്ത്രീ എന്ന് പറയുന്ന സാധനം. ലൗകിക സുഖം എന്ന് പറയുന്നത് വേറൊരു. സ്വാഗതം. മലയാളികളുടെ സിനിമ ഓർമ്മകളിൽ ഏറെ നഷ്ടബോധത്തോടെ, ഹൃദയത്തിൽ വിങ്ങലുണ്ടാക്കുന്ന ഒരുതരം ഗൃഹാതുര ഭാവുകത്വത്തോടെ ഓർക്കുന്ന പേരുകളിൽ ഒന്ന് തീർച്ചയായും ശങ്കരാടി എന്നതായിരിക്കും. കൊയ്തൊഴിഞ്ഞ പാടവരമ്പിലൂടെ നീളം കുടയിൻ വീശി ഖദർമുണ്ടും ഷർട്ടുമണിഞ്ഞ് നടന്നുപോകുന്ന ഗ്രാമീണ മധ്യവയസ്കന്റെ മനോഹര ചിത്രത്തിന് നമ്മുടെ മനസ്സിൽ ശങ്കരാടിയുടെ മുഖമല്ലാതെ മറ്റെന്താണ്? എത്ര സുന്ദരമായിരുന്നു നാട്ടിൻപുറത്തെ ഓലയോ ഓടോ മേഞ്ഞ നാടൻ ചായക്കടകൾ. ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും സ്ട്രോങ് ചായയും കിട്ടുന്ന ആ ചായക്കട നടത്തുന്നയാൾക്ക് ശങ്കരാടിയുടെ മുഖമല്ലാതെ മറ്റാരുടെ മുഖമാണ് മലയാളി മനസ്സിൽ ഇപ്പോഴും? ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സിനിമയിൽ വാടകക്കാരനെ ഇറക്കിവിടാൻ പോലും തൻ്റെ തൂലികയുടെ ശക്തിയിൽ വിശ്വസിച്ച പൈങ്കിളി സാഹിത്യകാരനിൽ നിന്നും താഴ്വാരങ്ങളിലെ കുഞ്ഞോട്ടിയുടെ അച്ഛനായ പരുക്കൻ കർഷകനാവുമ്പോൾ ഒരേ തനിമയും ജൈവീകതയും സഹജമായി തന്നെ നിലനിർത്തുന്നുണ്ട് ശങ്കരാടി എന്ന നടൻ. ഒരു ലാഭം ഉണ്ടാവില്ല, അധ്വാനിച്ചാൽ അതിന്റെ ഫലം ഉണ്ടാവും. ഇവിടെ മലയാളത്തിലെ ഏതൊക്കെ കഥാപാത്രങ്ങൾ വിസ്മൃതിയിലേക്ക് മറഞ്ഞാലും താത്വികമായ അവലോകനം നടത്തുന്ന കുമാരപിള്ള സാർ പ്രളയം വന്ന് സർവ്വതും നശിക്കുന്ന കാലം വരെയും മലയാളമെന്ന ദേശത്തെയും ജനതയെയും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കാലത്തെ അതിജീവിക്കുമെന്നത് നിശ്ചയമാണ്. നസീർ സത്യൻ ഇവർ നിറഞ്ഞാടിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ സിനിമയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നടനായിരുന്നു ശങ്കരാടി എന്നറിയപ്പെട്ട ചന്ദ്രശേഖര മേനോൻ. 700-ൽ അധികം സിനിമകളിൽ അഭിനയിച്ച ശങ്കരാടി കുഞ്ചാക്കോയുടെ കടലമ്മ എന്ന ചിത്രത്തിൽ അരങ്ങേറിയതു മുതൽ 2001-ൽ മരിക്കുന്നതുവരെ അദ്ദേഹം മലയാള സിനിമയിൽ അവിഭാജ്യ ഘടകമായി തുടർന്നു. സിനിമയിൽ നായകനും നായികയും ഒക്കെ മാറി മറഞ്ഞു വരും പോകും. എന്നാൽ മലയാള സിനിമയുടെ പൂമുഖത്ത് ശങ്കരാടി ഒഴിച്ചിട്ട ഒരു ചാരുകസേരയുണ്ട്. അതിലിരിക്കാൻ ഇപ്പോഴും നമുക്കൊരു പകരക്കാരനില്ല എന്നിടത്തു തന്നെയാണ് ശങ്കരാടിയെ എക്കാലത്തും പ്രസക്തനും തനതായ നടന വൈഭവത്തിന്റെ മാതൃകയുമാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.